ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മുനീസ് ടോക്ക്. ഞാൻ മുനീറ ബഷീർ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സിമ്പിളായിട്ടുള്ള ചിക്കൻ നഗറ്റ്സ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 7 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡിലുള്ള ഇതെല്ലാം മുറിച്ചിട്ടെടുക്കണോ. ബ്രെഡിൻ്റെ സൈഡിലത്തെ 4 കറിയും ഞാൻ മുറിച്ചിട്ടെടുക്കുന്നത്. എടുത്തിട്ടായിട്ട് അതിനെ കുറച്ച് ചെറുങ്ങനെ മുറിച്ചിട്ട് ഞാൻ ജ്യൂസിലിട്ടിട്ട് പൊടിക്കുന്ന പാല മുറിച്ചിട്ടെല്ലാം ആയിട്ട് ഞാനൊരു ജ്യൂസ് മെഷീനിലെടുത്തിട്ട് ചെറിയ ജാറിലെടുത്തിന് എന്നിട്ട് പൊടിക്കാൻ പോകുന്നത്. ചെറിയ ജാറെടുത്താൽ മതി, നല്ല നൈസായിട്ട് പൊടിക്കണമല്ലേ. അങ്ങനെ നല്ല പാങ്ങനെ നൈസായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഒരു ബോളിലേക്ക് മാറ്റാം. എന്നിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, മുള്ളില്ലാത്ത ചിക്കനെ നല്ല പാങ്ങളെ ക്ലീൻ ആക്കിയിട്ട് ഇതിലേക്ക് വേണ്ട ആവശ്യത്തിന് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനൊരു 100-150 ഗ്രാം എടുത്തിട്ടുണ്ട്, കുറച്ച് എല്ലില്ലാത്ത ചിക്കന്. എന്നിട്ടായിട്ട് അതിനെ നല്ല ചെറുങ്ങനെ മുറിച്ചിട്ട് ഞാൻ അതേ ജ്യൂസ് മെഷീൻ്റെ ജാറിൽ പൊടിക്കുന്ന നല്ല പാങ്ങൽ പൊടിക്കണം. ബ്രെഡ് പൊടിഞ്ഞ പോലെ ജ്യൂസ് മെഷീനിൽ ഇത് നല്ല ചിക്കൻ പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതേ ബ്രെഡിൻ്റെ ഒക്കെ തന്നെ ഞാൻ ഇട്ടിട്ട് ഇതിലേക്ക് കുറച്ച് സാധനം എന്തെങ്കിലും 1 സ്പൂൺ വെള്ളുള്ളിയും ഇഞ്ചി പേസ്റ്റ് ഇടുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഒരു സ്പൂണിൻ്റെ അത്ര മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ഇത് 1 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇട്ടിട്ട് നല്ല പാങ്ങൽ മിക്സ് ആക്കണം. പിന്നെ ഇതിന് ടേസ്റ്റിന് വേണ്ടത്ര ഉപ്പ്, 1 സ്പൂണ് എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ കുറച്ച് കൊടുക്കണം, എന്തിനാ കയ്യിൽ പറ്റുമല്ലേ അതിലേക്ക് വേണ്ടിയിട്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും കൊള്ളിക്കുന്നില്ല. 1 സ്പൂൺ ഇപ്പോൾ എടുക്കുന്നുണ്ട്, 1 സ്പൂൺ ലാസ്റ്റിൽ എണ്ണ എടുക്കുന്നുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തത്. പിന്നെ 1 സ്പൂണ് ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. ഞാനൊരു ചെറിയ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ സ്പൂണിൽ കുഴക്കാൻ നോക്കിയത്, പക്ഷേ സ്പൂണിലാകുന്നില്ല. നിങ്ങൾ ആരും കുഴക്കണ സ്പൂണിൽ നല്ല പാങ്ങളെ ക്ലീൻ ആയിട്ട് കയ്യിൽ തന്നെ കുഴക്കാം. നല്ല പാങ്ങളെ കയ്യിൽ തന്നെ കുഴക്കണം. എല്ലാം ഇട്ടിട്ട് ഇഞ്ചി പേസ്റ്റും പിന്നെ കുരുമുളക് പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും. ഇതെല്ലാം സിമ്പിളല്ല, നമ്മൾ പേരിൽ തന്നെ എപ്പോഴും ഉണ്ടാകുന്ന സാധനമല്ലേ. ഇപ്പോൾ ചായക്കെല്ലാം വൈകുന്നേരത്തെ നമ്മളിപ്പോൾ ഇതെല്ലാം ബ്രെഡെല്ലാം കൊണ്ടുവരുന്നല്ലേ, പേരിലുണ്ടാവല്ലേ. ബ്രെഡും കുറച്ച് ചിക്കൻ ഇപ്പം അങ്ങ് കുടഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾ ആക്കിയവാ. ഇപ്പോഴത്തെ പേരിലെല്ലാം അങ്ങനെ ചിക്കനെല്ലാം ഉണ്ടാകും. പിന്നെ അതിലേക്ക് ഞാൻ 1 സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്, ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിത് കുറേ നേരമൊന്നും വെക്കുന്നില്ല, ഞാനിത് അപ്പളൊക്കെ പാക്കുന്നുള്ളത്. ഞാൻ കുറേ നേരമൊന്നും വെച്ചിട്ടില്ല. ഇപ്പം നല്ല പാങ്ങൽ മാത്രമേ ഞോണ്ടണം, നല്ല പാങ്ങൽ. എന്നിട്ട് ഞാൻ എന്താക്കി അതിനെ കട്ടിങ് ബോർഡിലേക്ക് പെരത്തി, കുറേ തെളുപ്പുമല്ല കുറേ പൈലുമല്ല, നല്ല പാങ്ങൽ നിരത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതിപ്പോൾ നമുക്ക് നല്ല സ്ക്വയർ പീസിൽ ചെറിയ നല്ല സ്ക്വയർ പീസിൽ കിട്ടണ്ടേ. അതിന് വേണ്ടി ഞാനിപ്പോൾ കട്ടിങ് ബോർഡിൽ നിർത്തി അതിൻ്റെ സൈഡെല്ലാം കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അത് നല്ല സ്ക്വയർ പീസ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം 4 മൂലയിലും ഞാൻ എടുത്തിട്ട് നല്ല സ്ക്വയർ മോഡൽ കിട്ടി. എന്നിട്ട് ഇതിനെ നല്ല നമ്മൾ ബാൾ കൊണ്ട് തന്നെ, ഞാനെടുത്ത ബാൾ അത്ര ശരിയില്ല, നല്ല നൈസ് ബാളാണോ, നല്ല മുറിച്ചുള്ള, ഞാൻ മറ്റേ പച്ചക്കറി മുറിക്കുന്ന ബാളിൽ മുറിച്ചത്. നിങ്ങൾ നല്ല നൈസ് വെള്ളം ഡൈലും മുറിച്ചു വരുന്നത് ഇങ്ങനെയാണോ ഞാനിപ്പോൾ മുറിക്കുന്നുണ്ടല്ലേ. അതേ സ്ക്വയർ ഇപ്പം ഞാൻ സ്ട്രൈറ്റ് മുറിക്കുന്നില്ലേ, ബൈക്ക് രണ്ടാമത് ഇങ്ങനെ മുറിക്കാനുണ്ട് സ്ക്വയറൊക്കെ ആയിട്ട്. അതങ്ങനെ മുറിക്കണോ, മുറിച്ച് നല്ല സ്ക്വയർ മോഡലാണെന്നല്ലേ. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കണോ പേരിലെല്ലാം. വൈറ്റൊക്കെ നല്ല ചായക്കെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ മുറിക്കുന്നതല്ലേ, മുറിച്ചിട്ടായിട്ട് ഞാനൊരു 5 മിനിറ്റ് വെക്കുന്നോ ഇങ്ങനെ പരത്തിയിട്ട്. കുറച്ച് എണ്ണ കൊള്ളിക്കണം കൈക്കെല്ലാം, കൈക്ക് എണ്ണ വേണം, ഇല്ലെങ്കിൽ പറ്റുന്നത് കയ്യിലെല്ലാം കുറച്ച് എണ്ണ കൊള്ളിച്ചോറി. ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് 1 മുട്ട എടുത്തിട്ടുണ്ട്. 1 മുട്ട മതിയാവില്ല 1 മുട്ട. ഇപ്പോൾ ഞാൻ തൽക്കാലം കുറച്ച് ഒരു ഹാഫ് ആക്കണമെങ്കിൽ അത് ഞാൻ ഇപ്പോൾ കട്ടാക്കിൻ്റെ നേരെ ഹാഫിന് 1 മുട്ട മതി. ആ 1 മുട്ടയ്ക്ക് ഞാനിപ്പോൾ ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഉപ്പും കുരുമുളക് പൊടിയും മുട്ടയ്ക്ക് ഇട്ടിട്ട് നമ്മൾ നല്ല പാങ്ങല മുട്ട മിക്സ് ആക്കണോ. മിക്സ് ആക്കിയിട്ടായിട്ട് പിന്നെ ഞാൻ ബ്രെഡ് ക്രംസ് ആക്കിയിട്ടുണ്ട്, അത് കാണിക്കാൻ വിട്ടുപോയി. ബ്രെഡ് ക്രംസിന് ഞാൻ 2 ബ്രെഡ് ഇടി എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ട് ഞാൻ ബ്രെഡിൻ്റെ സൈഡിൽ നിന്നെല്ലാം മുറിച്ചിട്ടില്ല, ഞാൻ ബ്രെഡ് അതിനെല്ലാം എടുത്തിട്ട് അത് വേസ്റ്റൊന്നും ആക്കിയിട്ടില്ല. ആ ബ്രെഡിനെല്ലാം എടുത്തിട്ട് ഞാൻ വറുത്തിട്ടായിട്ട് പാങ്ങൽ ഞാൻ ജ്യൂസ് മെഷീനിൽ പൊടിച്ചിട്ട് നല്ല ബ്രെഡ് ക്രംസ് ആയിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ ആവശ്യമുണ്ട്. എന്തെങ്കിലും നമ്മൾ ബ്രെഡിനെ മുട്ട ഇട്ടിട്ടില്ലേ, അതിന് മറ്റേ ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അവിടെ ചിക്കൻ്റെ നഗറ്റ്സ് ആക്കിനല്ലേ. അതിനെടുത്തിട്ട് മുട്ടയിലേക്ക് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലേക്ക് മുക്കാനുണ്ട്. പിന്നെ ഞാനൊരു പാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ട്, കുറേ എണ്ണ വേണ്ട, കുറച്ചോ, ഇത് മുങ്ങോളം എണ്ണ മതി, കുറച്ച് എണ്ണ മതി. ഇത് മുങ്ങണ്ടേ,
ഒരു സൈഡ് കാഞ്ഞിട്ട് പിന്നെ ഒരു സൈഡ് ഇടാൻ വേണ്ടിയിട്ട് അത്ര എണ്ണ കിട്ടിയാൽ മതി. നമുക്ക് കുറേ വേസ്റ്റ് ആക്കണ്ട എണ്ണ. ഇത് ഉണ്ടാക്കിയ എണ്ണയിൽ പിന്നെ നമുക്ക് എന്ത് ഉണ്ടാക്കാനും കഴിയുന്നില്ല അല്ലേ. അങ്ങനെ ഇപ്പോൾ ഒരു മുട്ടേൻ്റെക്ക് ചിക്കൻ നഗറ്റ്സ് ഇടുന്നത് അതിനിട്ടിട്ടായിട്ട് ഓരോന്നോരോന്ന് ഇടാൻ കഴിയുന്നില്ല. അങ്ങനെ ഞാൻ കുറച്ചും എടുത്തിട്ടായി പിന്നെ ബ്രെഡ് ക്രംസിലേക്ക് ഫുള്ള് മുക്കണം. നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ല പാങ്ങെല്ലാം മുക്കണം. മിക്സാണല്ലോ അത് എല്ലാത്തിലും അതിൻ്റെ സൈഡും എല്ലാം മിക്സാണല്ലേ, ഇട്ടിട്ടെടുത്തതല്ല. അപ്പം മുട്ട കൊണ്ട് ജാഗയിലെല്ലാം ഇത് ഫുള്ള് മിക്സാണ്. ബ്രെഡ് ക്രംസ് മിക്സായ പിന്നെ നമുക്ക് ഇതിനെ എടുത്തിട്ട് എണ്ണയൊക്കെ ഇടണം. അപ്പോൾ ഓരോന്നോരോന്നാക്കണ്ട, ഒന്ന് കുറച്ചാക്കിയിട്ട് ഒരു പ്ലേറ്റിൽ വെച്ച് പിന്നെ നിങ്ങൾ ലൊക്കത്തെ ഒരു ബൗളിൽ പിടിക്കുന്ന അത്ര ഇട്ടാൽ മതി. ഓരോന്നോരോന്നാക്കും പിന്നെ നമ്മൾ ബൗളിൽ ഇട്ടിട്ട് ഓരോന്നോരോന്ന് വെക്കുന്നില്ല, അത് കത്തിപ്പോവും. ചെറിയ തീയിൽ വെക്കണം, മീഡിയം തീയിലും അല്ല, അതിനടിച്ച് കുറച്ച് ലോ തീയിൽ വെച്ചാൽ മതി. ഇപ്പം നല്ല പാങ്ങൽ ചൂടായിട്ടുണ്ട് എണ്ണ. അതിലേക്ക് ഓരോന്നോരോന്ന് ഇട്ടിട്ടാകുമ്പോഴേക്ക് അത് കത്തിപ്പോവും. നമ്മളെ ഓരോന്ന് ഇപ്പം പിന്നെ ഒന്ന് എടുക്കുമ്പോൾ അത് അടി കാഞ്ഞിപ്പോവും. അപ്പോൾ ഒരേപോലെ കായണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉണ്ടാക്കിയിട്ട് പ്ലേറ്റിൽ വെച്ചിട്ട് ഓരോന്നോരോന്ന് ഇടാം. അപ്പം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ട് പ്ലേറ്റിൽ എടുത്തിട്ടുണ്ടല്ലേ, അതിനെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നല്ല മണം വരുന്നുണ്ടാവുക ചിക്കൻ നഗറ്റ്സിൻ്റെ. അങ്ങനെ ഒരു സൈഡ് കാഞ്ഞിട്ടുണ്ട്, രണ്ടാം ഭാഗം ഞാൻ ഇടുന്നുണ്ട്. നല്ല ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡിയാകുന്നുണ്ട്. ചായക്കും 10 മണിൻ്റെ ചായക്കും വൈകുന്നേരം ചായക്കും പിന്നെ ആരെങ്കിലും ഗസ്റ്റ് വന്നെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം. എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ട് നോക്കണോ. അങ്ങനെ നല്ല ചൂടായിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പുറമെ ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.